ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ ഇന്നലത്തെ സെൽഫ് ഇൻട്രോ വീഡിയോയ്ക്ക് ശേഷം ഇന്ന് തന്നെ ഇന്നാ പിടിച്ചോന്ന് പറയും നമ്മുടെ ആദ്യത്തെ പ്രൊട്ടക്ഷൻ വീഡിയോ നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വളരെ സിമ്പിളായി എങ്ങനെ ഒരു ട്രാപ്പ് ബീറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഏബിൾട്ടൺ സ്യൂട്ട് 11 എന്ന് പറയുന്ന ഡോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷൻ എന്നാണ് അത് പറയുന്നത്. സോ അതിൽ പിയാനോ റോളിൽ നമുക്കൊരു മെലഡി പിടിച്ചു നോക്കാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ലെയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഹോണ്ട പോലത്തെ ഒരു സൗണ്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് സിമിലർ ആണ്, മറ്റേ കോഴ്സുമായിട്ട് വളരെ സിമിലർ ആണ്, എന്നാൽ കുറച്ച് സസ്റ്റൈൻ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ഈ മൂന്നാമത്തെ ആഡ് ചെയ്തതും ഒരു ഹോൺ ആണ് ആഡ് ചെയ്തേക്കുന്നത്. പക്ഷെ സിമിലർ കോഡ്സ് അല്ല, മറ്റൊരു കോഡ്സ് ആണ്. പക്ഷെ എനിക്കിത് പോരാ, എനിക്ക് ഇനിയും ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണം. സോ നമ്മൾ ലാസ്റ്റ് നമ്മളൊരു ബേസ് എലമെന്റ് വരുന്ന ഐറ്റം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു സൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ സെയിം കോഡ്സ് തന്നെയാണ് വരുന്നത്, ചെറിയ ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ട് നമ്മൾ അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡ്രംസിലോട്ട് പോകാം. അപ്പൊ നമ്മൾ ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൈ ഹാറ്റ് പാറ്റേൺ നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ അതേ ഹൈ ഹാറ്റ് വെച്ചിട്ട് നമുക്ക് ഇനി ലെഫ്റ്റ് പാനും റൈറ്റ് പാനും യൂസ് ചെയ്ത് കുറച്ച് ഹൈ ഹാറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ആ ഹൈ ഹാറ്റ് മൊത്തത്തിൽ എങ്ങനെയാണ് സൗണ്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഇനി നമുക്കൊരു ഓപ്പൺ ഹൈ ഹാറ്റ് അതിന്റെ കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് സ്നെയർ ആഡ് ചെയ്യാം. ആ സ്നെയർ ആഡ് ചെയ്യുന്ന കൂടെ തന്നെ അതിന് ലെയർ ചെയ്ത് നമുക്കൊരു ക്ലാപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി അതിന്റെ കൂടെ നമുക്കൊരു കൗണ്ടർ സ്നെയർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 808 പിടിക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് കിക്കും കൂടെ കൊടുക്കാം. കൂടെ കുറച്ച് ക്രാഷസും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഡ്രംസ് മാത്രമായിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമ്മുടെ മെലഡിയും ഡ്രംസും നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്.
ഇനി ഇൻട്രോയും ഹുക്കും വേഴ്സും നമുക്ക് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി സെറ്റ് ആക്കിയിട്ട് ഇത് മൊത്തത്തിൽ എങ്ങനെ സൗണ്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.